ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഇന്ദൂസ് വേൾഡ്. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് എൻ്റെ മെറ്റേണിറ്റി ഫോട്ടോഷൂട്ടിൻ്റെ ബിഹൈൻഡ് ദ സീൻസ് ആണ് കേട്ടോ. 35 വീക്സിലാണ് ഈ മെറ്റേണിറ്റി ഫോട്ടോഷൂട്ട് ചെയ്യുന്നത്. ശരിക്കും പറഞ്ഞാൽ ഒരുപാട് ദൂരെയൊന്നും പോകാൻ വയ്യാത്തതുകൊണ്ട് ഞാണ്ടൂർക്കോണം അടുത്തൊരു സ്ഥലത്ത് തന്നെയാണ് ഞങ്ങൾ പോയി ചെയ്യുന്നത്. ശ്രീകുട്ടി എവിടെ? ശ്രീകുട്ടി കണ്ടൂടെ? ഇപ്പുറത്തോട് നോക്ക്. ഈവനിങ് ഒരു 5:30 ഒക്കെ ആയപ്പോഴാണ് ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയത്. നമ്മൾ ഫ്രണ്ടിൽ പോണ ഫോട്ടോ എടുക്കാനുള്ള അങ്ങനെയാണ് ആ മാരുതി സുസുക്കി ടാറ്റോ എടുത്ത ചക്രവർത്തി സുസുക്കി ഈ സെയിം അപ്പോൾ മെറ്റേണിറ്റി ഫോട്ടോഷൂട്ട് എടുക്കുന്ന വേറെ ആരുമില്ല, എനിക്ക് എല്ലാ ഫോട്ടോസും എടുത്തു തരുന്ന അനീഷേട്ടൻ തന്നെയാണ്. മോട്ടിപിക്സ് സ്റ്റുഡിയോയുടെ അനീഷ് മോട്ടിപിക്സ്. അപ്പം വരുന്ന വഴിക്ക് കാറ് ചെറുതായിട്ടൊന്ന് ഒരു കട്ടറി വീണപ്പോൾ എന്തോ ഒരു സാധനം ഇങ്ങനെ പൊട്ടുന്ന ശബ്ദം കേട്ടു. ടയറെന്നാണ് ആദ്യം വിചാരിച്ചത്, വേറെ എന്തോ ഒരു മിസ്റ്റേക്ക് പറ്റിയതാണ്. പിന്നെ ചേട്ടൻ്റെ കാറിലാണ് ഞങ്ങൾ വന്നത്. അപ്പോൾ ഇതാണ് ഞങ്ങൾ ഞാണ്ടൂർക്കോണം ഭാഗത്തുള്ളൊരു പ്ലേസാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ പ്ലേസ് ഇങ്ങനെ കാണുന്നതിനേക്കാൾ ഇങ്ങനെ കാണുമ്പോൾ നമുക്ക് ചെറിയ റോഡ് ഒരിത് അങ്ങനെയൊക്കെ തോന്നും. പക്ഷേ ഫോട്ടോസ് എഡിറ്റ് ചെയ്ത് വന്നപ്പം അടിപൊളിയായിരുന്നു. ഞാൻ ലാസ്റ്റ് കുറച്ച് ഫോട്ടോസും കൂടെ ആഡ് ചെയ്യുന്നുണ്ട്. അപ്പൂട്ടനായിട്ടും അപ്പൂൻ്റെ സമയത്തൊന്നും എനിക്ക് നന്ദൻ്റെ ഒരു ഫ്രണ്ട് അനോഷാണ് വന്ന് ഫോട്ടോസൊക്കെ എടുത്തത്. അന്ന് നമുക്കിതൊന്നും അറിയില്ല. അന്ന് മെറ്റേണിറ്റി ഫോട്ടോഷൂട്ടൊക്കെ ഉണ്ട് കേട്ടോ, പക്ഷെ നമുക്ക് അങ്ങനെ എടുക്കാനും ഉള്ളൊരു ഓപ്ഷനല്ല. അങ്ങനെ എടുക്കണമെന്ന് ഇപ്പം ചിന്തിക്കുമ്പം ഫോട്ടോസ് ഫ്രെയിംഡ് മെമ്മറീസ് ആണെന്നാണല്ലോ പറയുന്നത്. അപ്പം എപ്പോഴും ഇപ്പം അപ്പൂൻ്റെ കുഞ്ഞുങ്ങളുടെ കുറേ ഫോട്ടോസുണ്ട്. അപ്പം അതെല്ലാം അവനിപ്പോൾ കാണുമ്പോൾ ഭയങ്കര സന്തോഷമാണ്. അവൻ ഇടയ്ക്കിടയ്ക്ക് എടുത്ത് വെച്ച് നോക്കാറുണ്ട്. അപ്പം അവന് നമുക്കതൊന്നും എടുക്കാൻ പറ്റിയിട്ടില്ല. പക്ഷേ ഈ ബേബിക്ക് നമ്മളങ്ങനെ എടുക്കും, അവനതിലൊരു സങ്കടമില്ല. അവനാണ് ഭയങ്കര ഇൻട്രസ്റ്റ്, എടുക്കണം അമ്മ എടുക്കണം എന്ന് പറയുന്നത്. അത് കേൾക്കുമ്പോൾ തന്നെ ഭയങ്കര സന്തോഷമാണ് അവനങ്ങനെ പറയുമ്പോൾ. അപ്പം കുറേ അടിപൊളി ഫോട്ടോസ് കിട്ടിയിട്ടുണ്ട്. അതിൻ്റെ ഫോട്ടോഷൂട്ടും എടുക്കുന്നതിൻ്റെ കാര്യങ്ങളാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. പിന്നെ അത് എഡിറ്റ് ചെയ്ത് വെച്ചെങ്കിലും പക്ഷേ വോയിസ് ഓവർ കൊടുക്കാൻ എനിക്ക് തിരക്കൊക്കെ ആയിട്ട് പറ്റിയില്ല. അപ്പം അതെല്ലാം കൂടെ ചെയ്ത് ഇപ്പം അങ്ങ് അപ്ലോഡ് ചെയ്യാമെന്ന് വിചാരിച്ചു. കുറേ ബ്രേക്ക് ആയാലും ഇപ്പം ഏകദേശം 1 മന്ത് അടുപ്പിച്ചായി ഒരു വീഡിയോസൊന്നും അപ്ലോഡ് ചെയ്യുന്നില്ല. അപ്പം ഇതിൻ്റെ ലാസ്റ്റ് അപ്പം എടുത്ത കുറച്ച് ഫോട്ടോസ് മാത്രമല്ല കേട്ടോ, എനിക്ക് കുറച്ച് വീഡിയോസ് ഇങ്ങനെ ഇൻസ്റ്റയിൽ പോസ്റ്റ് ചെയ്യാൻ എടുക്കണമെന്ന് പറഞ്ഞപ്പം അതും ചേട്ടനിങ്ങനെ എനിക്ക് എടുത്ത് തന്നിട്ടുണ്ടായിരുന്നു. ശ്രീയും അനീഷേട്ടനും അങ്ങനെയൊക്കെ പറഞ്ഞു. പിന്നെ എൻ്റെ മനസ്സിലുള്ള കുറച്ച് എനിക്ക് ഇങ്ങനത്തെ പോസസ് വേണം അങ്ങനെയൊക്കെ വിചാരിച്ചിട്ടാണ് ഒരു പോസസ് എടുത്തത്. ഇതൊക്കെ എൻ്റെ ഫേവറേറ്റ് ഫോട്ടോസാണ് കേട്ടോ. ഇത് എഡിറ്റ് ചെയ്ത് വന്നപ്പം സൂപ്പറായിട്ടുണ്ട്. പ്രതീക്ഷിച്ചത് നല്ല രസമായിട്ട് വന്നിട്ടുണ്ട്. സത്യത്തിൽ പണ്ടൊന്നും ഹസ്ബൻഡ് ഇങ്ങനെ ഫോട്ടോ എടുക്കാനൊന്നും പുള്ളിക്ക് ഭയങ്കര താല്പര്യമൊന്നുമില്ല. പക്ഷേ ഇപ്പോൾ എന്തോ പുള്ളി ഭയങ്കര താല്പര്യമായിട്ട് ഫോട്ടോസൊക്കെ എടുക്കാൻ വരുന്നുണ്ട്. അപ്പം അനീഷേട്ടൻ പുള്ളിയോട് തന്നെ പറയുന്നുണ്ടായിരുന്നു, ഇപ്പം പണ്ടത്തെ കാലൊക്കെ ഭയങ്കര കോപ്പറേറ്റീവ് ആയിട്ടുണ്ട്. പണ്ടൊരു സെൽഫി എടുക്കാൻ പോലും ഫോണിൽ പോലും ഫോട്ടോസ് എടുക്കുന്ന പുള്ളിക്ക് ഇഷ്ടമല്ല. ഞാൻ കുറച്ചുകൂടെ ഫോട്ടോസൊക്കെ എടുക്കാനും അങ്ങനെ സൂക്ഷിക്കാനൊക്കെ ഇഷ്ടപ്പെടുന്ന ഒരാളാണ്. പക്ഷേ പുള്ളി അങ്ങനെ ആയിരുന്നില്ല. ഇപ്പോൾ പുള്ളിക്ക് കുറച്ച് വ്യത്യാസങ്ങളുണ്ട്, മാറ്റങ്ങൾ നമ്മളെപ്പോഴും അംഗീകരിക്കണമല്ലോ. അപ്പോൾ എൻ്റെ ഈ വ്ലോഗ് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായി തീർച്ചയായും ലൈക്ക് ചെയ്യാൻ, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. നോട്ടിഫിക്കേഷൻസിന് അടുത്തുള്ള ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ബൈ.